ഹായ് എവരിവൺ, IIT ജാമിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജാം എന്ന എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ളതാണ് എന്ത്, ജാം എന്താണ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. അതായത് സാധാരണ ഒരു എൻട്രൻസ് എക്സാം പോലെ തന്നെയാണോ ഇത്, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്നതൊക്കെ എല്ലാവർക്കും പഠിക്കുന്ന കാലഘട്ടത്തിലൊരു ഡൗട്ടാണ്, ഈ എക്സാം എന്തിനാണ് എഴുതുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ജാം എന്ന എക്സാം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള എൻട്രൻസ് എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇവർ ഫൈനൽ ഇയറിൽ എഴുതുന്ന എക്സാമാണ് എന്ത്, IIT ജാം എന്ന എക്സാം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ടോപ്പായിട്ടുള്ള 21 IITസിലും 22 NITസിലും 5 സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ തന്നെയാണ് ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നമ്മൾ എന്താ സ്റ്റഡീസ് ആരംഭിക്കുകയാണ്. അതെവിടെ, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ആരംഭിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ IITസിലോ NITയിലോ അല്ലെങ്കിൽ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടാണ് സ്റ്റഡീസ് ആരംഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ പ്രാധാന്യം, അതായത് സാധാരണ കോളേജുകളിൽ MSc ചെയ്യുന്നതും IITയിൽ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കോളേജിൽ നമ്മൾ പ്യൂർലി ഫിസിക്സ് ആണെങ്കിൽ പ്യൂർലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ തന്നെയാണ് പഠിച്ചു പോയത്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴേക്കും IITസിലേക്ക് എത്തുമ്പോഴേക്കും ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സ്ട്രക്ചർ തന്നെ വ്യത്യാസമാണ്. കാരണം MSc പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് MTech ചെയ്യാം. അതായത് MSc MTech നമുക്കൊരു 4 ഇയർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 3 ഇയർ കൊണ്ട് നമുക്ക് MSc MTech കഴിഞ്ഞ് വരുന്ന NITസും IITകളുണ്ട്. അതുപോലെ തന്നെ ഇനി പ്യുവർലി നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ഫിസിക്സിൽ നിന്നോ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നോ മാത്സിൽ നിന്നോ വ്യതിചലിക്കണം, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട, അതിൻ്റെ സബ്ബായിട്ട് ഏതെങ്കിലും കോഴ്സ് പഠിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് IIT മെഡിക്കൽ ഫിസിക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിസിക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ജിയോ ഫിസിക്സ് വേണമെങ്കിൽ ജിയോ ഫിസിക്സ് ഉണ്ട്. അങ്ങനെ പല കോഴ്സുകളും IITകളും NITകളും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പ്യൂർ ഫിസിക്സ്, പ്യൂർ കെമിസ്ട്രി, പ്യൂർ മാത്സ് അല്ലാതെ തന്നെ അതിൻ്റെ എക്സ്ട്രീം സിമ്പിളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ MSc ഇൻ്റഗ്രേറ്റഡ് PhD ഉണ്ട്. അതായത് നിങ്ങൾ MSc പഠിക്കുന്നതോടുകൂടി തന്നെ PhDയിലേക്ക് എൻ്റർ ചെയ്ത് PhD കംപ്ലീറ്റ് ആക്കി വരാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ അഡ്മിഷൻ IITകളിലോ NITയിലോ അഡ്മിഷൻ കിട്ടി, നിങ്ങൾ MSc സ്റ്റാർട്ട് ചെയ്തു, MScയോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ PhDയിലേക്ക് എൻട്രൻസ് എഴുതാതെ എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് PhDയുടെ എൻട്രൻസ് എക്സാംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു CSIR നെറ്റോ ഗേറ്റോ അല്ലെങ്കിൽ ടിഫറോ ജസ്റ്റോ അങ്ങനെയുള്ള എക്സാംസ് ഒന്നും എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് PhDയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോഴ്സുകൾ IITകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഓരോ IITകളും ഓരോ രീതിയിലാണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് IITകളായിട്ടുള്ള IIT മുംബൈ ആയാലും IIT ഡൽഹി ആയാലും IIT മദ്രാസ് ആയാലും ഇനി ഇൻഡോർ ആയാലും ഹൈദരാബാദ് ആയാലും എല്ലാ IITകളിലും, അതുപോലെ NIT ട്രിച്ചി, കാലിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ NITസിലായാലും ഇതുപോലെയുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണ ഒരു ഫിസിക്സിൽ നിന്നോ കെമിസ്ട്രിയിൽ നിന്നോ വ്യതിചലിച്ച് നമുക്ക് മൂവ് ചെയ്യാനായാലും നമ്മുടെ മുമ്പിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് IIT ക്യാമ്പസുകളിലുള്ളത്. അതുമാത്രമല്ല IIT പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ MSc പഠിക്കുമ്പോൾ തന്നെ ആ IITകളിൽ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു പ്രൈവറ്റ് സെക്ടർ ജോബാണ് വേണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, ഒരു സാംസങ്ങോ ഗൂഗിളോ അങ്ങനെയുള്ള കമ്പനികളിലായാലും, അതായത് ഒരു പ്രൈവറ്റ് സെക്ടേഴ്സ് നമ്മൾക്ക് ഒരു ആപ്പ് ഡെവലപ്പർ എന്ന രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പ്ലേസ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ IITകളായാലും NITകളായാലും ISER, IISc ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്ന വേറെ കുറേ വർക്ക്ഷോപ്പുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് AI യുഗമാണ് അല്ലേ. അപ്പോൾ AI ടൂൾസുകളെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഒരു AI എങ്ങനെ റിസർച്ചിന് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പർ, അല്ലെങ്കിൽ കോഡിങ്, ഡീകോഡിങ് എന്ന കാര്യങ്ങളുടെ സ്കിൽസൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടർ നോളേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിൻ്റെ അഡ്വാൻസ്ഡ് ഏരിയാസിലേക്ക് ചിലപ്പോൾ നമുക്ക് അത്രയും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾക്കിപ്പോൾ ഒരു ജാവ, പൈത്തൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. പക്ഷേ ഒരു AI വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിനെ സമ്മറൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തരുന്ന പല വർക്കുകളും വളരെ ഈസി സ്കില്ലായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് AI ടൂൾസുകളാണ്. അതിൻ്റെയൊക്കെ വർക്ക്ഷോപ്പുകൾ നടത്തുന്നത് IISc ബാംഗ്ലൂർ, അതുപോലെ IIT മുംബൈയിലൊക്കെ നമുക്ക് ഈ വർക്ക്ഷോപ്പുകൾ കാണാൻ പറ്റും. IIT മദ്രാസ്, അതുപോലെ IIT മുംബൈസിലൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് വർക്ക്ഷോപ്സുകളും സമ്മർ ക്യാമ്പുകളും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ കരിയറിൽ ഓപ്പർച്യൂണിറ്റീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഉപകാരമാണ്. കാരണം നമ്മളുടെ സെൽഫായിട്ടുള്ള സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നത് വളരെ ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് IIT JAM എന്നത് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു JAM എക്സാം എഴുതി നമ്മളിതിൽ ഏതെങ്കിലും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുന്ന സമയത്ത് നമ്മളുടെ സ്കിൽസും കൂടിയാണ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം പുതിയ പുതിയ വേരിയൻസും അതുപോലെ പുതിയ സബ്ജക്റ്റിലേക്കൊക്കെയാണ് നമ്മൾ എത്തുന്നത്. ഒരു റിസർച്ചാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതായത് MSc ഇൻ്റഗ്രേറ്റഡ് PhD എടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റഡ് PhD ആയിട്ട് പോകാൻ പറ്റും. ഇനി MSc MTech ആണെന്ന് വിചാരിക്കുക, MTechൽ വേണമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് PhD എടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോകുമ്പോൾ നമുക്ക് ക്യാമ്പസ് സെലക്ഷൻ ആയാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പുകളായാലും അതുപോലെ നമുക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഡാറ്റാ സയൻസിൻ്റെയും കോഡിങ്ങിൻ്റെയും ഒക്കെ വർക്ക്ഷോപ്പുകളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ബാലൻസ്ഡ് ആവുകയാണ്. നോർമൽ നമ്മളൊരു കോളേജിൽ പഠിക്കുന്നതിൽ നിന്നുള്ള വ്യത്യാസവും അത് തന്നെയാണ്. ഓക്കെ, ഇതാണ് IIT JAMൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറയുന്നത്.